ഭരണാധികാരിയെയോ ഭരണകൂടത്തെയോ വിമർശിച്ച് സർക്കാർ ജീവനക്കാർ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടാൽ എന്ത് സംഭവിക്കും? എന്തും സംഭവിക്കാം. ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടാം, കേസെടുക്കാം, അറസ്റ്റ് ചെയ്യപ്പെടാം. സർക്കാർ വിമർശനം നടത്തിയതിന് ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത് ഫാസിസ്റ്റ് രീതിയല്ലേ? അതെ, സംശയമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഒരു സർവകലാശാല ജീവനക്കാരനെതിരെ അങ്ങനെയൊരു സംഭവം നടന്നു. ആ സംഭവം ബംഗാളിലോ യുപിയിലോ കൊറിയയിലോ ഒന്നുമല്ല, കേരളത്തിലാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം മൌലികാവകാശമാണ് എന്ന് ഘോരം മുദ്രാവാക്യം വിളിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കേരളത്തിൽ അബദ്ധം പറ്റിയതൊന്നുമല്ല സർവകലാശാലയ്ക്കോ സർക്കാരിനോ. MG സർവകലാശാലയിലെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറായ AP അനിൽകുമാർ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിന് മേൽ നിയമസഭാ സ്പീക്കർ ഉൾപ്പെടെയുള്ളവർ വലിയ അന്വേഷണങ്ങൾ നടത്തിയതിനു ശേഷമാണ് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ശാന്തിവനത്തിൽ KSEB ടവർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം നിലനിൽക്കുന്ന സമയത്തായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. അനിൽകുമാർ APയുടെ വിമർശനം ഇങ്ങനെയായിരുന്നു: ശാന്തിവനം കൊല്ലാൻ തീരുമാനമില്ല, പക്ഷേ കഴുത്തു മുറിക്കും. പ്രകൃതിയെ സംരക്ഷിക്കും, പക്ഷേ മരങ്ങൾ മുറിക്കും, മുടി മുറിക്കും. ഇത് അതേ സ്ക്രിപ്റ്റ് തന്നെയാണ്. മരുഭൂമികൾ ഉണ്ടാക്കുന്നവരും ഉപയോഗിക്കുന്നവരും എക്കാലത്തും ഇഷ്ടപ്പെടുന്ന സ്ക്രിപ്റ്റ്. കാട് മുടിക്കുന്നവരുടെ, മലയിടിക്കുന്നവരുടെ, നീർത്തടവും വയലും നികത്തുന്നവരുടെ, ജനാധിപത്യത്തോട് ഉച്ചം സൂക്ഷിക്കുന്നവരുടെ, S ശർമ്മയുടെ, MM മണിയുടെ, അങ്ങനെ ലാഭാധിഷ്ഠിത തൂക്കിവിൽപ്പന മുന്നേറ്റങ്ങളുടെ സ്വന്തം സ്ക്രിപ്റ്റ്. ആലപ്പാട്ട് മാന്തി തീർക്കുന്നതും പശ്ചിമഘട്ടം തുരന്നു തീർക്കുന്നതും പാടങ്ങൾ നികത്തി തീർക്കുന്നതും കാടുകൾ തീരെഴുതുന്നതും കാട്ടുവാസിയെ അടിച്ചോടിക്കുന്നതും പൗരാവകാശങ്ങളെ ഇല്ലാതാക്കുന്നതും എതിർക്കുന്നവരെ കൊന്നു തീർക്കുന്നതും ഒരേ പ്രത്യയശാസ്ത്രമാണ്. ക്ലൈമാക്സിന് തൊട്ടു മുൻപ് അവരുടെ മുഖലക്ഷണം വെളിപ്പെടും. ഒരു ചർച്ച, പിന്മാറ്റം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കപട വിനയം. സഖാവ് വ്ളാഡിമിർ ഇലിച്ച് ലെനിന്റെ അടവാണത്. ഒരടി പിന്നോട്ട് രണ്ടടി മുന്നോട്ട് എന്നാണ് അതിന്റെ പേര്. വാമനന്റെ മൂന്നാമത്തെ അടിക്ക് ബാക്കിയില്ലാത്ത വിധം ഭൂമിയും ആകാശവും ഇല്ലാതാക്കുന്ന അധികാരപ്രമത്തതയുടെ ചുവട്. ഇന്ത്യയിലെ ഈ വിപ്ലവാവശിഷ്ടം ഇനി എത്ര നാൾ കൂടി മനുഷ്യദ്രോഹം തുടരും എന്ന ചോദ്യം മാത്രം. അടിമുടി ഫാസിസ്റ്റുകൾ ഫാസിസം തടയുമത്രേ. ഈ പോസ്റ്റിനെതിരെ S ശർമ്മ MLA പരാതി കൊടുക്കുന്നു. പരാതി സ്പീക്കർ പരിശോധിക്കുന്നു, വിശദീകരണം ആവശ്യപ്പെടുന്നു. ശേഷം അനിൽകുമാർ സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് ബോധ്യപ്പെടുന്നു. അനന്തരം സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. രാഷ്ട്രീയ വിമർശനം ചട്ടലംഘനമാണ് എന്ന് ഇടതുപക്ഷ സർക്കാരിന് ബോധ്യപ്പെടുന്നിടത്താണ് ജീവനക്കാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ചട്ടലംഘനമാണ് എന്ന് ഒരു ഇടതു സർക്കാരിന് ബോധ്യപ്പെടുന്നിടത്താണ് പ്രശ്നം. അത് രാഷ്ട്രീയമെന്ത് എന്ന സാധാരണ മനുഷ്യരുടെ ബോധ്യങ്ങളെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് മനസ്സിലാവുന്നില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. വിയോജിപ്പുകളോടുള്ള ഇടതു സർക്കാരിന്റെ സമീപനം തീവ്ര വലതുപക്ഷ സർക്കാരുകളുടേതിന് സമമാവുമ്പോൾ ഒറ്റപ്പെട്ടുപോകുന്ന സാധാരണ മനുഷ്യർ അവർ പോലും അറിയാതെ നിശബ്ദരായി പോകുന്നുണ്ട്. ഇപ്പോൾ നിശബ്ദരാക്കപ്പെടുന്ന ഈ മനുഷ്യരായിരുന്നു ഇടതുപക്ഷത്തിന്റെ മൂലധനം. ഈ സാഹചര്യത്തിൽ ഒരു കണക്കുകൂടി ഓർമ്മിപ്പിക്കേണ്ടി വരുന്നുണ്ട്. 2016 ഇടതു സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശിച്ചതിന് ഇതുവരെ പോലീസ് 119 പേർക്കെതിരെ കേസെടുത്തു. ഇതിൽ 41 പേർ സർക്കാർ ജീവനക്കാരാണ്. 29 പേർക്കെതിരെ വകുപ്പുതല നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തകർക്കെതിരെയും ആർട്ടിസ്റ്റുകൾക്കെതിരെയും കാർട്ടൂണിസ്റ്റുകൾക്കെതിരെയും എഴുത്തുകാർക്കെതിരെയുമൊക്കെ രാഷ്ട്രീയ വിമർശനത്തിന്റെ പേരിൽ നരേന്ദ്രമോദി സർക്കാർ കേസെടുക്കുമ്പോൾ, അറസ്റ്റുകൾ നടത്തുമ്പോൾ ഏകാധിപത്യം നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പ്ലക്കാർഡ് എഴുതി തെരുവിൽ പ്രക്ഷോഭം നടത്തിയവരിൽ ഇടതുപക്ഷ നേതാക്കളുമുണ്ടായിരുന്നു. വിമർശിക്കുന്നവരെ അടിച്ചമർത്തുന്നത് കേന്ദ്ര സർക്കാർ മാത്രമല്ല, ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമൊക്കെ ഈ കാറ്റഗറിയിലുണ്ട്. യോഗി ആദിത്യനാഥിനെതിരായ ട്വീറ്റിന്റെ പേരിൽ അറസ്റ്റിലായ മാധ്യമപ്രവർത്തകൻ പ്രശാന്ത് കനോജിയയെ ഉടൻ ജാമ്യത്തിൽ വിട്ടയക്കാൻ ഉത്തരവിട്ടുകൊണ്ട് അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധവും വ്യക്തിസ്വാതന്ത്ര്യം ഹനിക്കലുമാണെന്ന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞിരുന്നു. ഒരു ട്വീറ്റിന്റെ പേരിൽ 14 ദിവസം റിമാൻഡ് ചെയ്ത മജിസ്ട്രേറ്റ് കോടതി വിധി അംഗീകരിക്കാനാവില്ല എന്നും ഭരണഘടനയുള്ള രാജ്യമാണിത് എന്നും 14 ദിവസം റിമാൻഡ് ചെയ്യാൻ അദ്ദേഹം കൊലക്കേസ് പ്രതിയാണോ എന്നും പരമോന്നത കോടതി ചോദിക്കുന്നുണ്ട്. വ്യക്തിസ്വാതന്ത്ര്യത്തെ ഇങ്ങനെ തകർക്കാനാവില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത്. വിമർശിക്കുന്നവരെ അസഭ്യം പറയുന്ന, വിയോജിക്കുന്നവരെ കൂട്ടമായി ആക്രമിക്കുന്ന, ആൾക്കൂട്ടങ്ങളിൽ നിന്നും മതവർഗീയ കൂട്ടങ്ങളിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല
വിയോജിക്കുന്നവരുടെയും വിമർശിക്കുന്നവരുടെയും പണി കളയിക്കുന്ന സർക്കാർ നിലപാടുകളും. MG സർവകലാശാല ഉദ്യോഗസ്ഥനായ അനിൽകുമാർ സർക്കാരിന്റെ പാരിസ്ഥിതിക നയങ്ങളോട് നടത്തിയ രാഷ്ട്രീയ വിമർശനത്തെ വ്യക്തി അധിക്ഷേപമായി വ്യാഖ്യാനിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഭയപ്പെടുത്തി നിശബ്ദമാക്കുന്ന തീവ്ര വലതുപക്ഷത്തിന്റെ കാർബൺ കോപ്പി ആവരുത്. രാഷ്ട്രീയ വിമർശനം ശിക്ഷ അർഹിക്കുന്ന കുറ്റമല്ല. അനിൽകുമാറിന്റെ സസ്പെൻഷൻ അനീതിയാണ്.